എന്താ അപ്പു? പതർച്ച മുഖത്ത് കാണിക്കാതെ വൈശു അപ്പുവിനെ നോക്കി ചോദിച്ചതും അപ്പു അവളുടെ കൈ അയച്ച് അവൾക്ക് അടുത്തേക്ക് ചെന്നു. ഹേയ്, ഒന്നുമില്ല. ചേച്ചിക്ക് എന്തേലും പറ്റിയോ? ഞാൻ അവർ പോയെന്നല്ലേ ചോദിച്ചുള്ളൂ, അതിനാണോ ഇത്ര പരവേശം? വൈശു പതർച്ചയുടെ കണ്ണുകളെ മറ്റെങ്ങോട്ട് പായിച്ച് അപ്പുവിനെ ഉറ്റുനോക്കി. എനിക്കെന്താ പരവേശം? അവര് വന്നാലെ പോയാലും എനിക്കെന്താ? എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇനി നീയായിട്ട് ഓരോന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അമ്മ തനിച്ച, നീ മാറിക്കപ്പൂ. അല്പം ദേഷ്യം കലർത്തുകയല്ലാതെ അവളെ ഒതുക്കാനാവില്ലെന്ന് മനസ്സിലായ വൈശു അല്പ ശാസനയുടെ സ്വരത്തിൽ അവളെ നോക്കി പറഞ്ഞു പോയതും പെട്ടെന്നായിരുന്നു വൈശു അവളുടെ കഴുത്തിലെ മുടി തട്ടി നീക്കിയത്. വൈശു വെട്ടിത്തിരിഞ്ഞതും അപ്പു കഴുത്തിലേക്ക് നോക്കി കണ്ണുമിഴിച്ച് അന്തം വിട്ട് നോക്കുന്ന കണ്ട് ഒരു വേള വൈശുവിന്റെ ശരീരത്തിലൂടെ മിസൈൽ കടന്നുപോയി. ലിഫ്റ്റ് വെച്ച് നടന്നതെല്ലാം ഇപ്പോൾ അവൾ ചോർത്തിയെടുക്കുന്ന ഉറപ്പായതും കള്ളം പിടിച്ചവളെ പോലെ വൈശു കണ്ണു മുറുക്കി ചിമ്മി തലതാഴ്ത്തി നിന്നു. ചേച്ചി, ഇതെന്താ പറ്റിയത്? പ്രതീക്ഷിച്ച പോലുള്ള അവളുടെ ചോദ്യം കേട്ട വൈശുവിന്റെ നെഞ്ചെടുപ്പ് ക്രമാതീതമായി. പരവേശത്താൽ ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ണുകൾ അനുസരണയില്ലാതെ ഓടിക്കൊണ്ടിരുന്നതും അപ്പു അവളുടെ തോളിൽ പിടിച്ചിരുന്നു. ഞാൻ ചേച്ചിയോടാ ചോദിക്കുന്നേ, ഇതെന്താ പറ്റിയെന്ന്. നന്നാ ചുവന്നിട്ടുണ്ടല്ലോ. അപ്പുവിനെന്താ മറുപടി കൊടുക്കണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കെ വീണ്ടും അവളെ നോക്കി അപ്പു അല്പശ്വാസനോട് ചോദിച്ചതും വൈശു എന്ത് പറയണമെന്നറിയാതെ അവളെ ദയനീയമായി നോക്കി. അപ്പുവിന് ആ സമയം ചെറിയൊരു ഡൗട്ട് തോന്നി. അവൾ കഴുത്തിലെ മുടി മാറ്റി ഒന്നുകൂടെ സൂം ചെയ്തതും കഴുത്തിലാ തിണത്ത് കിടക്കുന്ന പല്ലിന്റെ അടയാളം കൂടി കണ്ടതും അപ്പുവിന്റെ കണ്ണുകൾ ഒന്നുകൂടി മിഴിഞ്ഞുപോയി. അവൾ അതേ മിഴിച്ചിലൂടെ കണ്ണ് തള്ളി വാ പൊളിച്ച് വൈശുവിനെ നോക്കിയതും വൈശു ഉമ്മനീരിറക്കി കണ്ണു മുറുക്കി ചിമ്മി നിന്നു. പെട്ടെന്ന് ഒരു ചിരി കേട്ട് വൈശു കണ്ണു തുറന്നതും കണ്ട കാഴ്ച തലങ്ങും വിലങ്ങും വാപുത്തിച്ചിരിക്കുന്ന അപ്പുവിനെയാണ്. വൈശുവിന് അവളുടെ ചിരി കണ്ടതും ദേഷ്യം ഇരച്ചു വന്നുപോയി. അവൾ അപ്പുനെ തുറിച്ചു നോക്കി ചവിട്ടിത്തുള്ളി അമ്മയുടെ അടുത്തേക്ക് പോയി. പിന്നാലെ ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് അപ്പു പിന്നാലെയും. പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്ന് അമ്മ പരിശോധിച്ചു പോയി. ഡോക്ടർ ആൽബി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും. 3 ദിവസം കൂടി കഴിഞ്ഞ് അമ്മയെ ഡിസ്ചാർജ് ചെയ്യാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പു അമ്മയെ വീട്ടിലാക്കിയിട്ടല്ലാതെ ക്ലാസ്സിൽ പോവില്ലെന്ന് പറഞ്ഞെങ്കിലും വൈശു അതിന് സമ്മതിക്കാതെ അവളെ ഉന്തിത്തള്ളി വിടുകയായിരുന്നു. കൂടെ അമ്മയുടെ വക്കാലത്തും കൂടിയായപ്പോൾ അവൾക്ക് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ പിന്നെ അപ്പു അതിനെപ്പറ്റി ചോദിച്ചില്ലെങ്കിലും ചോദിക്കാതെ തന്നെ നടന്നത് എന്താവുമെന്ന് അവൾ ഊഹിച്ചിട്ടുണ്ടെന്ന് വൈശു മനസ്സിലാക്കിയിരുന്നു. അത് ഓർക്കും തോറും അപ്പുവിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ വയ്യായിരുന്നു വൈശുവിന്. അല്ലെങ്കിലും എങ്ങനെ നോക്കും? നോക്കാൻ പറ്റിയ കാര്യമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. എല്ലാരും ഉറങ്ങിയ ശേഷം അടുത്തുള്ള കുഞ്ഞിക്കണ്ണാടിയിലേക്ക് നോക്കി അവൾ കഴുത്തിലെ കാഴ്ച കണ്ട് അമ്പരന്ന് നിന്ന് പോയിരുന്നു. ചുവപ്പും പച്ചയെ കലർന്ന നിറത്തിൽ തിണർത്ത് കിടക്കുന്നുണ്ട് അവിടം. കൂടെ പല്ലിന്റെ അടയാളവും. അവനോടുള്ള ദേഷ്യം കാരണം അവളുടെ കണ്ണു നിറഞ്ഞു പോയി. അതിനേക്കാൾ അവനെ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടവും. അവനെ കാണുമ്പോൾ അവളുടെ ശരീരം തളർന്ന് ബലമില്ലാതായി പോകുന്നത് ഓർക്കും തോറും അവൾക്ക് അവളോട് തന്നെ നന്നെ ദേഷ്യം തോന്നിപ്പോയി. പിന്നീട് അപ്പോ അതേപ്പറ്റി ചോദിക്കാതിരുന്നതും അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാവുമെന്ന് വൈശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അത് മനഃപൂർവ്വം വിട്ടു. അപ്പൊ പോയതിന് പിന്നാലെ വൈശു അമ്മയ്ക്ക് കഴിക്കാൻ എടുത്തു വെച്ചു. അമ്മയുടെ അടുത്തായിരുന്നവൾ ഓരോന്നും ശ്രദ്ധയോടെ വായിലേക്ക് വെച്ചു കൊടുത്തു. കഴിച്ചു കഴിഞ്ഞതും വാ കഴിച്ച് പാത്രം കൊണ്ടുപോയി കഴുകി വെച്ചവൾ മരുന്നെടുത്തു കൊടുത്തു. ശേഷം അമ്മയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അവൾ സിസ്റ്ററിന്റെ അടുത്തേക്ക് പോയി. വൃന്ദ ഫ്രീ പീരീഡിൽ ക്ലാസ്സിൽ ബെഞ്ചിലിരുന്ന് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് അപ്പു. പെട്ടെന്ന് ഡോറിന്റെ അടുത്ത് നിന്ന് ആരോ വിളിച്ചത് കേട്ട് അപ്പു നോക്കിയതും ജൂനിയേഴ്സിലെ ഏതോ ഒരു ചെക്കനാണ്. അവൻ അവളെ നോക്കി 1 മിനിറ്റ് കൈകൊണ്ട് ആക്ഷൻ ഇടുന്നത് കണ്ട് അപ്പു ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പോയി. സുദീപ് സാർ വൃന്ദയോട് ലൈബ്രറിയിലേക്ക് വരാൻ പറഞ്ഞു. വരുമ്പോൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്ത നോട്ട് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞ് അവൻ പോയതും അപ്പു ഒന്ന് ചിന്തിച്ചു നിന്നു. ചിലപ്പോ താൻ ഇന്നലെ ചോദിച്ച ഡൗട്ട് ക്ലിയർ ചെയ്യാനായിരിക്കുമെന്ന് ഓർത്തവൾ ബെഞ്ചിന്റെ അടുത്തേക്ക് പോയി. എന്താടി, എന്തിനാ അവൻ വന്നേ? ബാഗിൽ നിന്ന് ബുക്ക് എടുക്കവേ ഫ്രണ്ട്സിലൊരുത്തി അവളെ നോക്കി ചോദിച്ചു. സുദീപ് സാർ ലൈബ്രറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ചിലപ്പോ ഞാൻ ഇന്നലെ ചോദിച്ച ഡൗട്ട് ക്ലിയർ ചെയ്യാനാകും. ഞങ്ങൾ വരണോടി? ഹേയ് വേണ്ട, ഞാൻ പോയി വരാം. ബുക്ക് എടുത്ത അപ്പു അവരെ നോക്കി പറഞ്ഞ് പുറത്തേക്ക് പോയി. ലൈബ്രറിയിലേക്ക് വിട്ടു. അപ്പു അകത്ത് കയറിയതും ചുറ്റും കണ്ണോടിച്ചു. തികച്ചും നിശബ്ദമായിരിക്കുന്നത് കണ്ട് സംശയത്തോടെ അപ്പു ചുറ്റിലും നോക്കി വിളിച്ചു, സുദീപ് സാർ. പെട്ടെന്ന് ഡോർ അടയുന്ന ശബ്ദം കേട്ട് അപ്പു തിരിഞ്ഞു നോക്കിയതും മുന്നിൽ തന്നെ നോക്കി ഡോർ ലോക്ക് ചെയ്യുന്ന ഫിലിക്സിനെ കണ്ടവൾ ഞെട്ടി മിഴിച്ചവനെ നോക്കി. ഞൊടിയുടെ ദേഷ്യം നുരഞ്ഞു പൊന്തിയവൾ അവനിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞു ചുറ്റിലും നോക്കി. സുദീപ് സാർ. അവനോടുള്ള ദേഷ്യം കൂടി അല്പം ഉച്ചത്തെ മുന്നിലേക്ക് നോക്കി അപ്പോ വിളിച്ചതും ഫിലിക്സ് അവളെ നോക്കി. വിളിച്ച് കഷ്ടപ്പെടണ്ട, നിന്നെ വിളിപ്പിച്ചത് ഞാനാ. അത് കേട്ട് അപ്പു ഞെട്ടി അമ്പരന്ന് അവനെ നോക്കിയതും ഫിലിക്സ് അവളെ നോക്കി അടുത്തേക്ക് വരാൻ തുടങ്ങി. നമ്മൾ തമ്മിൽ ചെറിയൊരു കണക്കില്ലയോ? അത് തീർക്കണ്ടേ?
അടുത്തെത്തിയവൻ ഇടുപ്പിൽ കൈവച്ച് അവളെ നോക്കി പറഞ്ഞതും അപ്പു നുരഞ്ഞു മൊന്നി ദേഷ്യത്തിൽ അവനെ തുറച്ചു നോക്കി. അപ്പൊ തന്റെ പണിയായിരുന്നോ? ഇതിലൊന്നും വൃന്ദ വീഴുമെന്ന് താൻ പ്രതീക്ഷിക്കണ്ട. മര്യാദയ്ക്ക് ഡോറിന്റെ ലോക്ക് അടിച്ചോ, ഇല്ലെങ്കിൽ ഫെലിക്സ് പറഞ്ഞുകൊണ്ട് അവൾ ചൂണ്ടിയ വിരലിൽ പിടിച്ച് കൈ പിന്നിലേക്ക് മാറ്റി. നീ കുറെ ആയല്ലോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നേ? അപ്പു ഞെട്ടലോടെ അവനെ നോക്കി. അവന്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവൾ ശ്രമിച്ചു. കയ്യിൽ നിന്ന് വിടാൻ മര്യാദയ്ക്ക് കൈയെടുത്തോ, ഇല്ലെങ്കിൽ അന്ന് തന്നതിന്റെ 10 ഇരട്ടി മറുപടി തരും വൃന്ദ. വിടടാ കയ്യിൽ നിന്ന്. അവസാന നിമിഷം ഫെലിക്സ് അവളുടെ കയ്യിൽ പിടുത്തമിട്ടതും അപ്പു ഞെട്ടി ശബ്ദമുയർത്തിയതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ മുന്നിലേക്ക് ചെന്ന് അവളെ ചുവലിലേക്ക് മാറ്റി നിർത്തി. അപ്പു ഞെട്ടലോടെ കണ്ണുകൾ വലുതാക്കി നോക്കി നിന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ഭയവും പരിഭ്രമവും ഒരുപോലെ പിടികൂടി. എന്നാടി വെല്ലുവിളിക്കുവാണോ? ഞാൻ പറയാതെ ഇവിടുന്ന് ഒരടി പോലും അനങ്ങരുത്. ഇവിടെ ആരും വരില്ല. ഒച്ചയെടുത്താൽ എന്നെ അറിയാലോ. അത് പറഞ്ഞവൻ വായിലുള്ള കൈയെടുത്ത് മാറ്റി ചുവല്ലായി വെച്ചതും അപ്പുവിന്റെ നെഞ്ചിടിപ്പ് കൂടി വരുന്നത് അവൾ അറിഞ്ഞു. അവൾ അവനെ ഉറ്റുനോക്കി. ഫെലിക്സ് ഒരുതരം പരിഹാസ ചുവയോടെ അവളെ നോക്കി ചോദിച്ചുകൊണ്ട് ഒരടി അവളിലേക്ക് അടുത്ത് നിന്നതും അപ്പു അവനെ പല്ലിരുമി ദഹിപ്പിച്ചു നോക്കി. ഫെലിക്സ് വിട്ടു നിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ദേഷ്യത്തിൽ അവനെ തുറച്ചു നോക്കിക്കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ട് ഫെലിക്സ് അവളുടെ കണ്ണിലേക്ക് നോക്കി ഒരടി കൂടി അടുത്ത് അവളുടെ മൃദുലതയിലേക്ക് അമർന്നു നിന്നതും ക്ഷമയുടെ നെല്ലിപ്പലക കടന്ന് അപ്പുവിന്റെ നിയന്ത്രണം തെറ്റി അവനെ പിടിച്ചു തള്ളി വായുവിൽ അവളുടെ കൈ ആഞ്ഞു വീശിയിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഫെലിക്സ് അവളുടെ കൈ പിടിച്ച് ചുവലിലേക്ക് അടുപ്പിച്ചു വെച്ചു. ദേഷ്യത്താൽ വിറച്ചപ്പു മറ്റേ കൈ വീശിയതും അവൻ അത് ഞൊടിയിടയിൽ കൈയിലാക്കി ചുവലിലേക്ക് ചേർത്ത് നിർത്തിയതും അപ്പു അവന്റെ പിടിയിൽ കിടന്ന് കുതറാൻ തുടങ്ങി. നീ ഇങ്ങനെ പെടേണ്ടാടി. നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. മറക്കണമെങ്കിൽ ഞാൻ ഫിസിക്സ് ആയിരിക്കില്ല. നീ ചെയ്തതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും. അതെങ്ങനെ ആയിരിക്കുമെന്ന് നീ തന്നെ കണ്ടറിയണം. അതിന് എനിക്ക് നിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് കിട്ടണം. കണക്കുകൾ തീർക്കാൻ ഒറ്റയ്ക്കല്ലേ നല്ലത്. ഒരുതരം വല്ലാത്ത ചിരിയോടെ ഫെലിക്സ് അവളെ കണ്ണൊഴിഞ്ഞു നോക്കി പറഞ്ഞതും അപ്പുവിന്റെ നെഞ്ചിടിപ്പ് ട്രെയിൻ വേഗത്തിൽ കുതിച്ച് പായുന്നത് പോലെ തോന്നി. ഇവിടിപ്പോൾ നീ ഞാൻ മാത്രമേ ഉള്ളൂ. നീ ഒന്ന് ഒച്ച വെച്ചാലും ആരും കേൾക്കില്ല. പിന്നെ എന്നാത്തിനടി ഈ നെകളിപ്പ്? ഈ നിമിഷം മുതൽ കാര്യങ്ങൾ എന്റെ രീതിയിലായിരിക്കും. നീ ചെയ്തതിന്റെ കണക്ക് തീർക്കാതെ ഫെലിക്സ് പിന്മാറില്ല. വശ്യമായ ചിരിയോടെ അവൻ പറഞ്ഞ് അവളെ നോക്കിയതും അപ്പുവിന്റെ കൈകാലുകൾ ബലം കുറഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകിയിറങ്ങി. അവന്റെ ഉദ്ദേശം അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഉള്ളാകെ മിടിച്ചതും പതർച്ച പുറത്ത് കാണിക്കാതെ അപ്പു അവനെ ഉറ്റുനോക്കി. നിന്റെ ഒരു ഉദ്ദേശം നടക്കത്തില്ല. പറയുന്നത് വൃന്ദയാ. നീയൊക്കെ ഒരു പെണ്ണിനെ വെച്ച് ഇതല്ല ഇതിനപ്പുറം ചെയ്യും. നിനക്കൊന്നും പെണ്ണിന്റെ മാനത്തിന്റെ വില അറിയില്ല. മര്യാദയ്ക്ക് എന്നെ വിട്ടോ, ഇല്ലെങ്കിൽ നോക്കിക്കോ. ഇവിടെ നീ എന്നെ കയറി പിടിച്ചത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പിന്നെ നീ ക്യാമ്പസിന്റെ പടി കാണില്ല ഫെലിക്സ്. ഉള്ളെന്തിനെന്നില്ലാതെ വിറയ്ക്കുന്നതിനിടയിലും ധൈര്യം സംഭരിച്ച് അപ്പു അവനെ ഉറ്റുനോക്കി പറഞ്ഞതും ഫെലിക്സ് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അത് അവളെ കൂടുതൽ പരവേശം കൊള്ളിച്ചതും പെട്ടെന്ന് തന്റെ കയ്യിലുള്ള അവന്റെ പിടി അഴിഞ്ഞതറിഞ്ഞ് അവൾ ആശ്വാസത്തോടെ കൈയെടുത്ത് ഓടാനൊരുങ്ങിയതും ഫെലിക്സ് അടുത്ത സെക്കൻഡിൽ അവളുടെ അടുത്തേക്ക് നീങ്ങി ഫെലിക്സ് അവളെ ചുവരിനരികിലേക്ക് നിർത്തി. എന്തായാലും പറയാൻ പോവല്ലേ, നീ ഇതോടെ ചേർത്ത് പറഞ്ഞേര്. ഫെലിക്സ് അവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്ത് അതരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അപ്പു ഫെലിക്സിനെ പിടിച്ച് തള്ളി. അവളുടെ കൈ പിന്നെ വായുവിൽ ഉയരാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഡീ! നിമിഷങ്ങൾക്കുള്ളിൽ അവൾ അവന്റെ ഷർട്ടിൽ പിടുത്തമിട്ടു. നീ എന്നെ ഇതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഫെലിക്സ്, വെറുതെ വിടില്ല. ഐ വിൽ ഷോ യു. ദേഷ്യത്തിൽ വിറയ്ക്കുകയായിരുന്നു അപ്പു. കണ്ണുകൾ ചുവന്ന് നിറഞ്ഞിരുന്നു. കത്തുന്ന കണ്ണാലെ അവനെ നോക്കി പറഞ്ഞവൾ ഡോറിനടുത്തേക്ക് ഓടി. അവിടെ നില്ലടി. അപ്പു ഒന്ന് നിന്നതും ഫെലിക്സ് അവൾക്കടുത്തെത്തി. ഇവിടെ നടന്നത് എന്നതേലും എവിടെയും പോയി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചെവിക്കടുത്തേക്ക് മുഖമടിപ്പിച്ചു. എനിക്കൊരു ചുക്കുമില്ല. നാണം കെടുന്നത് നീയായിരിക്കും. പിന്നെ ഇല്ലാത്തത് വല്ല ഉണ്ടാക്കി വിളമ്പിയ ബാക്കി കൂടി ഫെലിക്സ് അങ്ങ് എടുക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. ഫെലിക്സ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു വിട്ടു നിന്നതും അപ്പുവിന്റെ ശരീരത്തിലൂടെ മിന്നൽ കടന്നു കയറി ഉടലാകെ വിറച്ച് അവൾ അവനെ ഞെട്ടലോടെ നോക്കി. അപ്പു അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് പോയി. അടുത്തെത്തി അവൻ ഒന്ന് നിന്നു. വീണ്ടും അവൾക്ക് നേരെ വന്നു. നീ ഇപ്പൊ തന്നത് ഞാൻ മറന്നിട്ടില്ല, വിട്ടേക്കുക.
ഇല്ലേ ഫിലിക്സിന്റെ തനിക്കോണം നീ കണ്ടേനെ. ഇനി എന്റെ നേർക്ക് നിന്റെ നാക്കോ കയ്യോ പൊങ്ങിയ അറിയാലോ. നേരത്തെ പറഞ്ഞത് ഞാൻ അങ്ങ് നടത്തിച്ച് കാണിക്കും. പറയുന്നത് ഫിലിക്സാ. അവളെ ഉറ്റുനോക്കി പറഞ്ഞ് ഫിലിക്സ് ഡോറിന്റെ ലോക്ക് അഴിച്ച് പുറത്തേക്ക് പോയി. അപ്പു അവൻ പറഞ്ഞത് കേട്ട് നിശ്ചലമായി നിന്നു പോയിരുന്നു. ഇതുവരെ തോന്നാത്ത ഒരു ഭയം തന്നെ നിറയുന്നത് അവൾ അത്ഭുതത്തോടെ അറിഞ്ഞു. ഇതേ സമയം അപ്പുവിന്റെ ഫ്രണ്ട്സ് അവളെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയായിരുന്നു. ലൈബ്രറിക്ക് അടുത്തെത്തവേ പെട്ടെന്ന് ഡോർ തുറന്ന് വന്ന ഫിലിക്സിനെ കണ്ടവർ ഒന്ന് ഞെട്ടി. ഫിലിക്സും അവരെ കണ്ടെന്ന് ഞെട്ടിയെങ്കിലും അവൻ അത് അതിവേഗം മറച്ച് ഒരു കള്ളച്ചിരി ചിരിച്ച് തള്ളവരൽ തന്റെ കീഴ്ചുണ്ട് തടവി അവിടുന്ന് നടന്നു പോയതും അവർ അവന്റെ പോക്ക് കണ്ട് മിഴിച്ചു നോക്കി പരസ്പരം നോക്കിയത് ശേഷം വേഗം ലൈബ്രറിയിലേക്ക് ഓടി അകത്തേക്ക് എത്തവേ അപ്പുവിനെ കണ്ടവർ അവർക്കടുത്തേക്ക് ഓടി. അപ്പു ഡി കുറച്ചു മുമ്പേ നടന്നത് ഓരോന്നും മനസ്സിൽ ചിത്രം കണക്കെ തെളിയവേ അവനോടുള്ള ദേഷ്യത്തിൽ വിറബുണ്ട് കണ്ണുകൾ നിറഞ്ഞു നിൽക്കെ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വരുത്തും വിധം കൂട്ടത്തിലൊരുത്തി അവളുടെ തോളി പിടിച്ചുലച്ചതും അപ്പോ ഒന്ന് ഞെട്ടി. അവരെ കണ്ടവൾ ഒന്ന് പകച്ചെങ്കിലും അതിവേഗം കണ്ണുകൾ അമർത്തി തുടച്ച് അപ്പു ക്ലാസ്സിലേക്ക് ഓടി. പ്രതീക്ഷിക്കാതെയുള്ള അപ്പോലെ ഭാവമാറ്റം കണ്ടവർ പകപ്പോടെ പരസ്പരം നോക്കി. അവളുടെ പിന്നാലെ തന്നെ ക്ലാസ്സിലേക്ക് ഓടിപ്പോയി. ക്ലാസ്സിലെത്തിയ അപ്പു ആരെ ശ്രദ്ധിക്കാതെ തന്റെ സീറ്റിലിരുന്ന് ഡെസ്കിൽ തലവെച്ച് കിടന്നു. ഫ്രണ്ട്സ് എല്ലാവരും അവൾക്കടുത്തെത്തി അവളെ വിളിക്കുന്നത് അവൾ കേട്ടിരുന്നെങ്കിലും അവൾ അത് കേൾക്കാത്ത മട്ടിൽ അല്പനേരം കിടന്നവൾ മുഖമുയർത്തി ചുമലായി ചാരിയിരുന്നിരുന്നു. കൂട്ടത്തിൽ ഒരുത്തി അപ്പു ഡാ നിനക്ക് എന്താ പറ്റിയേ? എന്താ അവിടെ സംഭവിച്ചേ? കൂട്ടത്തിൽ വേറൊരുത്തി നീ സുധീർ സാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയേ? എന്നിട്ട് ഞങ്ങൾ അവിടെ ആരെയും കണ്ടില്ലല്ലോ. ആ ഫിലിക്സും ഉണ്ടായിരുന്നല്ലോ അവിടെ. കൂട്ടത്തിലൊരുത്തി അവൾക്കരികിലായി ചോദിച്ചതും അപ്പു ഞെട്ടലോടെ അവളെ നോക്കി. ഞങ്ങൾ വരുമ്പോൾ അവൻ ഉണ്ടായിരുന്നവിടെ. എന്താടി എന്തെങ്കിലും? അപ്പുവിന്റെ സംശയിച്ചുകൊണ്ടുള്ള നോട്ടം കണ്ടെന്ന പോലെ കൂട്ടത്തിൽ ഒരുത്തി അവളോടായി പറഞ്ഞതും അപ്പുവിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. കത്തി ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൾ മുന്നിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുറ്റു നോക്കി. ഇതവന്റെ ട്രാപ്പായിരുന്നു. എന്നെ അവിടെ എത്തിക്കാനുള്ള അവന്റെ പ്ലാൻ. അത് കേട്ടതും അവളെ എല്ലാവരും ഒരുപോലെ ഞെട്ടലോടെ പരസ്പരം നോക്കി. എന്താ സംഭവിച്ചെന്ന് അവർ മാറി മാറി ചോദിക്കാൻ തുടങ്ങിയതും അപ്പുവിന്റെ ഉള്ളം ആശങ്ക നിറഞ്ഞു. ഒടുവിൽ പറയാതെ അവർ വിടില്ലെന്ന് ഉറപ്പായതും അവൻ കിസ് ചെയ്ത കാര്യമൊഴിച്ച് അവൻ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് കട്ട് ചെയ്ത് അവരോടായി പറഞ്ഞു കൊടുത്തതും കൂട്ടത്തിലൊരുത്തി ആ സമയം ഫിലിക്സിനെ കണ്ടപ്പോഴുള്ള അവന്റെ ആറ്റിറ്റ്യൂഡ് ആലോചിക്കുകയായിരുന്നു. അല്ല അപ്പു അവൻ ഭീഷണിപ്പെടുത്തതേ ഉള്ളോ? വേറൊന്നും ചെയ്തില്ലേ? ഉള്ളിലുള്ള സംശയം അതുപോലെ വേറൊരുത്തി അവളോട് ചോദിച്ചതും അപ്പുവിന്റെ വയറൊന്നാളി. അവൾ പതർച്ചയോടെ അവരെ നോക്കി. എന്ത് ചെയ്യാൻ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഉള്ളിലെ പതർച്ച പുറത്ത് കാണിക്കാതെ അപ്പു അവരെ ഉറ്റുനോക്കി ചോദിച്ചതും ചോദ്യം ചോദിച്ചവളടക്കം എല്ലാവരും ഇടം കണ്ടിട്ട് പരസ്പരം നോക്കി. അല്ല അവന്റെ വരവ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര പന്തി തോന്നിയില്ല. സത്യം പറ, അവൻ നിന്നെ ഒന്നും ചെയ്തില്ലേ? അപ്പു അവളുടെ ചോദ്യത്തിൽ ഒന്ന് പകച്ചെങ്കിലും അതൊട്ടും മുഖത്ത് കാണിക്കാതെ കലിപ്പിൽ അവർക്ക് നേരെ ഒന്ന് ചീറി. എന്താടി നിനക്കൊക്കെ? അവൻ എന്നെ ഒന്ന് ചെയ്യാത്തതാണ് ഇപ്പൊ പ്രശ്നം. അല്ലാതെ അവ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അപ്പു കലിപ്പിൽ നിന്ന് അവർക്ക് നേരെ ശബ്ദമിട്ടതും ക്ലാസ് സംസാരിച്ചിരുന്ന പകുതി മുക്കാലെണ്ണവും അവരെ നോക്കിയത് കണ്ട് അപ്പുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരെയൊക്കെ നോക്കി ഇളിച്ച് അപ്പുവിനെ തുറക്കേനെ ഒന്ന് നോക്കി അവളെ അവിടെ പിടിച്ചിരുത്തി. എന്റെ പൊന്നപ്പു നീ ചൂടാവാതെ, ഞങ്ങൾ ചെറിയൊരു സംശയം ചോദിച്ചതല്ലേ. അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. നീ അത് വിട്. ഞങ്ങൾ നിന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. ഗെയ്സ്, നമ്മൾ ഫിലിക്സിനെ കണ്ടിട്ടുമില്ല. ചോദ്യം ചോദിച്ചവൾ അവസാന വാക്ക് എല്ലാവരും നോക്കി പറഞ്ഞ് മര്യാദക്കിരുന്നതും അപ്പു അവരെ നുറ്റുനോക്കി മുഖം വീർപ്പിച്ചിരുന്നതും അവളുടെ മനസ്സിലേക്ക് വീണ്ടും നടന്നതോരോന്ന് ചിത്രം കണക്കി മിന്നിമാഞ്ഞതും അവൾ ദേഷ്യത്തിൽ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നതും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് സാർ കയറി വന്നിരുന്നു.